കേസരി സ്വാമി ലക്ഷ്മണാനന്ദ സരസ്വതി 2008 ഓഗസ്റ്റ് 23 രാത്രി ക്രിസ്ത്യൻ മിഷണറിമാരുടെ ഗൂഢാലോചനയാൽ ക്രൂരമായി കൊല്ലപ്പെട്ടു. ഒറീസയിലെ വനമേഖലയായ ഫുൽബാനി അഥവാ കന്ധമാൽ ജില്ലയിലെ ഗുർജംഗ് ഗ്രാമത്തിൽ 1924 ജനിച്ച സ്വാമി ലക്ഷ്മണാനന്ദ സരസ്വതിക്ക് തൻ്റെ ജീവിതം സമൂഹത്തിനായി സമർപ്പിക്കണം എന്ന ആഗ്രഹം കുട്ടിക്കാലം മുതൽക്ക് തന്നെ ഉണ്ടായിരുന്ന ഒരു ആളായിരുന്നു. ആത്മീയ സാധനയ്ക്കായി ഹിമാലയത്തിലേക്ക് പോയ അദ്ദേഹം 1965 മടങ്ങിയെത്തി ഗോസംരക്ഷണ പ്രസ്ഥാനത്തിൽ സജീവമായി. വനവാസികളെ ശാക്തീകരിക്കുന്നതിനൊപ്പം അവരുടെ സാമൂഹികവും ആത്മീയവുമായ പുരോഗതിക്കായി 4 പതിറ്റാണ്ടോളം അദ്ദേഹം പ്രവർത്തിച്ചു. കന്ധമാലിലെ വിദൂര സ്ഥലമായ ചക്പട്ടിൽ സംസ്കൃതം പഠിക്കുന്നതിനായി ഗുരുകുല സമ്പ്രദായത്തെ അടിസ്ഥാനമാക്കി അദ്ദേഹം ഒരു സ്കൂളും കോളേജും സ്ഥാപിച്ചു. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്ന ജില്ലയിലെ ജലസ്പട്ടയിൽ സ്ഥിതി ചെയ്യുന്ന ശങ്കരാചാര്യ കന്യാശ്രമം എന്ന പേരിൽ മറ്റൊരു റെസിഡൻഷ്യൽ സ്കൂളും ആശ്രമവും കൂടി സ്വാമിജിക്കുണ്ട്. 1969 അദ്ദേഹം തൻ്റെ ആദ്യ ആശ്രമം ചക്പട്ടിൽ ആരംഭിച്ചു. ഈ ആശ്രമം പ്രാദേശിക വനവാസികളുടെ ക്ഷേമം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി പിന്നീട് മാറി. ബിരൂപാക്ഷ, കുമാരേശ്വര, ജോഗേശ്വര ക്ഷേത്രങ്ങൾ അദ്ദേഹം നവീകരിച്ചു. വേദാന്ത തത്വശാസ്ത്രത്തിലും സംസ്കൃത വ്യാകരണത്തിലും പ്രമുഖനായ പണ്ഡിതനായിരുന്നു സ്വാമിജി. അതിനാൽ അദ്ദേഹം വേദാന്ത കേസരി എന്ന് അറിയപ്പെട്ടു. ഫുൽബാനി ജില്ലയിൽ ദീർഘകാലം താമസിച്ച അദ്ദേഹം വനസംസ്കാരത്തെ സംരക്ഷിക്കുന്നതിനായി കഠിനമായി പോരാടുകയും പുരിയിലെ ഗോവർദ്ധൻ പീഠത്തിലെ ശങ്കരാചാര്യർ അദ്ദേഹത്തെ വിധാർമി കച്ചക്ര വിദാരൻ മഹാരഥി എന്ന പദവി നൽകി ആദരിക്കുകയും ചെയ്തു. RSS പ്രചാരകനായിരുന്ന ശ്രീ രഘുനാഥ് സേഠി കാണ്ഡമാലിൽ തന്റെ പ്രവർത്തനം ആരംഭിച്ചതു മുതൽ ദീർഘകാലം അദ്ദേഹവുമായി ബന്ധപ്പെട്ടിരുന്നതാണ്. മുതിർന്നവർക്കുള്ള വിദ്യാഭ്യാസത്തിനായി അദ്ദേഹം ഒരു നിശാ പാഠശാല ആരംഭിച്ചു. 1969 ചക്പാടിൽ കല്യാൺ ആശ്രമം എന്ന പേരിൽ ഒരു സംസ്കൃത വിദ്യാലയം അദ്ദേഹം ആരംഭിച്ചു. അതിപ്പോൾ ഒരു സംസ്കൃത കോളേജായി ഉയർത്തിയിരിക്കുകയാണ്. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി അദ്ദേഹം 1988 കാണ്ഡമാലിലെ ജലൈസ്പേട്ടിൽ ശങ്കരാചാര്യ കന്യാശ്രമം എന്ന സമ്പൂർണ്ണ റെസിഡൻഷ്യൽ സ്കൂളും സ്ഥാപിച്ചു. അവിടെ 250 പെൺകുട്ടികളാണ് ഇപ്പോൾ പഠിക്കുന്നത്. അങ്കുൽ ജില്ലയിലെ ബങ്കിയിൽ ഒരു സ്കൂളും പാണ്ടിഗോളയിൽ ഒരു ആശ്രമവും അദ്ദേഹം സ്ഥാപിച്ചു. സ്വാമിജി ക്ലാസ് മുറിയിൽ വിദ്യാർത്ഥികൾക്ക് വ്യാകരണവും വയലിലെ നല്ല കൃഷിരീതികളും പഠിപ്പിച്ചു പോന്നു. നെല്ലും പച്ചക്കറികളും എപ്പോൾ എങ്ങനെ കൃഷി ചെയ്യണം എന്ന് അദ്ദേഹം ഗ്രാമവാസികളെ പഠിപ്പിച്ചു. അദ്ദേഹത്തിന്റെ പ്രയത്നത്താൽ ഉദയ്ഗീർ, റൈക്കിയ ബ്ലോക്ക് പ്രദേശങ്ങളിലെ ഒറീസയിലെ കർഷകർ മികച്ച ഗുണനിലവാരമുള്ളതും ഉയർന്ന അളവിലുള്ളതുമായ ബീൻസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. കട്ടിങ്കിയിൽ പച്ചക്കറി സഹകരണ സംഘവും രൂപീകരിച്ചു. ഈ ശ്രമങ്ങളിലൂടെ പ്രാദേശിക ജനതയുടെ സാമ്പത്തിക സ്ഥിതി ഗണ്യമായി മെച്ചപ്പെട്ടു. ക്രിസ്ത്യൻ മതപരിവർത്തനത്തിൽ നിന്ന് വനവാസികളെ രക്ഷിക്കുക എന്നതായിരുന്നു കാണ്ഡമാലിലെ അദ്ദേഹത്തിന്റെ പ്രധാന ജോലി. വനവാസികളെ അവരുടെ യഥാർത്ഥ വിശ്വാസത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനായി അദ്ദേഹം പരമാവധി ശ്രമിച്ചു. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആയിരക്കണക്കിന് ആളുകളാണ് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായി മാറിയത്. ജില്ലയിൽ എമ്പാടുമുള്ള ഗ്രാമങ്ങളിൽ അദ്ദേഹം പദയാത്ര നടത്തി. വനവാസി സമൂഹത്തിലെ നിരവധി യുവാക്കളുമായും യുവതികളുമായും അദ്ദേഹം ബന്ധപ്പെടുകയും പല സ്ഥലങ്ങളിലും യാത്ര ചെയ്യുകയും ചെയ്തു. ഒറീസയിലെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് സ്വാമി ലക്ഷ്മണാനന്ദജിയോട് പ്രത്യേക ഒരു ബഹുമാനമുണ്ട്. 100 കണക്കിന് ഗ്രാമങ്ങളിൽ പദയാത്ര നടത്തി ലക്ഷക്കണക്കിന് വനവാസികളുടെ ജീവിതത്തിൽ ആത്മാഭിമാനം തന്നെ അദ്ദേഹം വളർത്തി. 100 കണക്കിന് ഗ്രാമങ്ങളിൽ അദ്ദേഹം ശ്രീമദ് ഭഗവത് കഥ സംഘടിപ്പിച്ചു. 1986 ജഗന്നാഥപുരിയിലെ ജഗന്നാഥ സ്വാമിയുടെ പ്രതിഷ്ഠകളെ സ്വാമിജി വലിയ രഥത്തിൽ പ്രതിഷ്ഠിക്കുകയും ഒറീസയിലെ വനജില്ലകളിലൂടെ ഏകദേശം 3 മാസത്തോളം യാത്ര ചെയ്യുകയും ചെയ്തു. അത് വനവാസികൾക്കിടയിൽ പാരമ്പര്യ ബോധവും ഭക്തിയും ഉണർത്തി. അദ്ദേഹത്തിന് നേരെ ഒട്ടേറെ വധശ്രമങ്ങളും ഭീഷണികളും ഉണ്ടായിട്ടുണ്ട്. 2008 ഓഗസ്റ്റ് 10-നും 21-നും ഇടയിൽ 3 വധഭീഷണി കത്തുകൾ സ്വാമിജിക്ക് ലഭിച്ചു. പോലീസിൽ നൽകിയ നിരവധി പരാതികൾക്ക് ശേഷം ഓഗസ്റ്റ് 23-ന് സുരക്ഷാ ജീവനക്കാരെ അദ്ദേഹത്തിന് നൽകി. 2008 ഓഗസ്റ്റ് 23-ന് ഒറീസയിലെ
ജലൈസ്പേട്ട കാണ്ഠമാൽ ജില്ലയിലെ കന്യാ ആശ്രമത്തിൽ വൈകുന്നേരം 7:30 സ്വാമിജി തന്റെ പ്രാർത്ഥനയ്ക്ക് ശേഷം ആശ്രമത്തിലെ അന്തേവാസികളോട് സംസാരിച്ചിരിക്കുകയായിരുന്നു. മുഖംമൂടി ധരിച്ച 15 പേർ AK-47 തോക്കുകളും മറ്റ് ആയുധങ്ങളുമായി ആശ്രമത്തിൽ ആ സമയത്ത് പ്രവേശിച്ചു. ബാബ അമൃതാനന്ദനെ സ്വാമി ലക്ഷ്മണാനന്ദ സരസ്വതിയായി കണക്കാക്കിയാണ് വെടിവെച്ചത്. ആശ്രമത്തിലെ മറ്റൊരു ശിഷ്യയായ മാതാ ഭക്തിമയി പിൻവാതിലിലൂടെ ഓടി സ്വാമിജിയുടെ മുറിയിൽ വന്ന് മുറിയുടെ വാതിൽ അകത്തു നിന്ന് അടച്ചു. അക്രമികൾ മാതാ ഭക്തിമയിയെ വാതിൽ തകർത്ത് വെട്ടിക്കൊലപ്പെടുത്തി. സഹായിക്കാനെത്തിയ കിഷോർ ബാബയ്ക്കും വെടിയേറ്റു. അക്രമികൾ മുറിയിൽ കയറി സ്വാമിജിയുടെ നേരെ വെടിയുതിർത്തു. സ്വാമിജി തൽക്ഷണം മരിച്ചു. ക്രൂരമായി കൊല്ലപ്പെടുമ്പോൾ അദ്ദേഹത്തിന് അന്ന് 84 വയസ്സായിരുന്നു. ആക്രമണകാരികൾ മൂർച്ചയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് മരിച്ചവരുടെ മൃതദേഹങ്ങൾ ക്രൂരമായി വികൃതമാക്കി. കൊലപാതകത്തിന് പിന്നിലെ കാരണങ്ങൾ നമുക്ക് നോക്കാം. ക്രിസ്ത്യൻ മിഷണറിമാർ വനവാസികളെ നിയമവിരുദ്ധമായും വഞ്ചനാപരമായും മതപരിവർത്തനം ചെയ്യുന്നത് തടയാൻ സ്വാമിജി 40 വർഷമായി നടത്തിയ പ്രവർത്തനങ്ങൾ. സ്വാമിജിയുടെ ഗോഹത്യ വിരുദ്ധ ക്യാമ്പയിൻ, ക്രിസ്ത്യൻ മിഷണറിമാരുടെ അനധികൃതമായി ഭൂമി കൈവശപ്പെടുത്താനുള്ള ഗൂഢാലോചന സ്വാമിജി തുറന്നുകാട്ടി എന്നത് നിസ്സഹരായ വനവാസികളെ മതം മാറ്റാൻ ശ്രമിക്കുന്ന ക്രിസ്ത്യൻ മിഷണറിമാരുടെ മുന്നിലെ വെല്ലുവിളികളായിരുന്നു. അതായിരുന്നു സ്വാമിജിയുടെ പ്രവർത്തനങ്ങൾ. സ്വാമി ലക്ഷ്മണാനന്ദ സരസ്വതി, ഭക്തിമയി മാത, അമൃതാനന്ദ ബാബ, കിഷോർ ബാബ, കന്യാശ്രമം സംരക്ഷകൻ പുരൂപ് ഗാന്ധി എന്നിവരെ 2008 ഓഗസ്റ്റ് 23 രാത്രി 8 മണിക്ക് ക്രിസ്ത്യൻ തീവ്രവാദികൾ ക്രൂരമായി കൊലപ്പെടുത്തി. നിർഭാഗ്യവശാൽ ഇതുപോലുള്ള വാർത്തകൾ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടാത്ത ചരിത്രമായി ഇപ്പോഴും അവശേഷിക്കുകയാണ്. സ്വാമിജി ഉൾപ്പെടെ ധർമ്മസംരക്ഷണത്തിനായി ജീവിതം സമർപ്പിച്ച ആ മഹത്തുക്കളുടെ ദീപ്തമായ സ്മരണകൾക്ക് മുന്നിൽ ശ്രദ്ധാഞ്ജലികൾ.